ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റുള്ളൊരു കടലപ്പുലാവാണ്. കടലപ്പുലാവ് ഇന്നേ വരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. കടലപ്പുലാവ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചൂടായ കുക്കിംഗ് പോട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള നല്ല നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 6 വെളുത്തുള്ളി അല്ലി നീളത്തിൽ കട്ട് ചെയ്തതും ഒരു വലിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള വലിയ ജീരകവും 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കുരുമുളകും ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ഒരു 6-7 ഗ്രാമ്പൂ, 4-5 ഏലക്ക, ഒരു വലിയ പീസ് പട്ട ചെറുതായിട്ട് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നമുക്ക് 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറ് മാറിപ്പോവാതെ ശ്രദ്ധിക്കണം. സവാളയുടെ കളറ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ റൈസിൻ്റെ വൈറ്റ്നെസ് നമുക്ക് നഷ്ടപ്പെടും. എല്ലാം കൂടി നമ്മൾ 2 മിനിറ്റ് മാത്രമേ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുള്ളൂ. അടുത്തതായി നമുക്കിതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള വെള്ളക്കടല ഇട്ട് കൊടുക്കാം. ഈ കടല നമ്മൾ ഏകദേശം ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഒരല്പം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്ത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. കടല നന്നായിട്ട് വേവണം, അപ്പം മാത്രമേ നല്ല ടേസ്റ്റ് ഈ ഒരു റൈസിന് കിട്ടുകയുള്ളൂ. കടല ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ കുക്കിംഗ് പോട്ട് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ വെള്ളവും കടലയും എല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അടുത്തതായി നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ബസ്മതി ലോങ് റൈസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ജീരകശാല റൈസാണ് കയ്യിലുള്ളതെങ്കിൽ അതും ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. റൈസ് നമ്മൾ കഴുകിയതിന് ശേഷം 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് വെള്ളമെല്ലാം നന്നായിട്ട് വാർത്തെടുത്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്കിംഗ് പോട്ട് അടച്ചു വെക്കാം. ഇപ്പം നമ്മുടെ കടലപ്പുലാവ് നമ്മൾ കുക്കാകാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് തുറന്ന് നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പം നല്ല കറക്റ്റായിട്ട് വെള്ളമെല്ലാം വറ്റി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് ഇനി ഇളക്കി കൊടുക്കരുത്, അപ്പോൾ റൈസ് പൊട്ടിപ്പോകും. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ഒരു കടലപ്പുലാവ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.